ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സ്ലീവിൻ്റെ കട്ടിങ് പകുതിക്കില്ലായിരുന്നു, ബാക്കി പകുതിയെ ഉണ്ടായിരുന്നുള്ളൂ. കട്ടിങ് പകുതിയും അതിനകത്ത് വന്നിട്ടില്ല. എന്ത് പറ്റിയതാണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ സ്ലീവാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്തോളാം, കാര്യം ഭയങ്കര ലാഗ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യം സ്ലീവിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്, അത് എത്രയാണോ നിങ്ങളുടെ ലെങ്ത് അതാദ്യം മാർക്ക് ചെയ്യാം. ലെങ്ത് ഒരു 3/4 ഒക്കെ ആണെങ്കിൽ 13-14 ഇഞ്ച് ഒക്കെ കുഴപ്പമില്ല. 15 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നുണ്ട്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടും 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. അപ്പോൾ 16.5. ഇനി ഓപ്പൺ എന്ന് പറയുമ്പം സ്ലീവിൻ്റെ ഓപ്പൺ അതെവിടെയാണോ എടുക്കുക. ഇവിടെ 7 ഇഞ്ചാണ് 15 ഇഞ്ച് വരുന്നിടത്തെ ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൂടെ ഞാൻ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വരെയൊക്കെ ലൂസ് നമുക്ക് കൊടുക്കാം. 7ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5. അപ്പോൾ ഒരു 3.25 നമുക്ക് ലൂസ് ഉൾപ്പെടെ കൊടുക്കാം. ഇത് ഡിപ്പെൻസ് ആണ്. ലൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ച് നിങ്ങൾ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൽബോയ്ക്ക് മുകളിലുള്ള, അതായത് മുട്ടിന് മേളിൽ നിൽക്കുന്ന കൈയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൂസ് ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ലൈനിങ് ഇല്ലാത്ത കേസിലാണ് കേട്ടോ. കാരണം ഫിറ്റായിട്ട് നിൽക്കുന്നതാണ് പൊതുവെ നല്ലത് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൂസ് കൊടുത്തോളൂ കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ആം ഹോൾ റൗണ്ട് നമ്മൾ ബോഡിയിൽ എത്രയാണ് ലൂസ് ഉൾപ്പെടെ ആഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കണം. ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 ഇഞ്ചാണ് ലൂസ് ഉൾപ്പെടെ ആം ഹോൾ റൗണ്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, 7 ഇഞ്ച്. ഈ 7 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് എന്നുള്ളത് കിട്ടും. ഈ 6 ഇഞ്ചിൻ്റെ പകുതി നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് 3 ഇഞ്ചുള്ളത് കിട്ടും. ഈ 3 ഇഞ്ചാണ് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് എന്നുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ടോപ്പിൻ്റെ കട്ടിങ്ങിനകത്ത് എക്രോസ് ഫ്രണ്ട് എന്നും പറഞ്ഞ് നമ്മൾ 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ആ 3/4 ഇഞ്ച് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ടുള്ള അളവാണിത്. അപ്പോൾ ഇതെത്രയായി? ഇനി നമുക്ക് കട്ട് ചെയ്യാം, അല്ലെ മാർക്ക് ചെയ്യാം. ഏറ്റവും ആദ്യം എന്താ, ഇവിടെ ഓപ്പൺ വരുന്നിടത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൃത്യം 1 ഇഞ്ച്. നിങ്ങൾ എത്രയാണോ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുക, 1 1.5 മടക്കി അടിക്കുന്ന പോലെ. ഞാനിവിടെ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് അതെത്രയാണോ അതിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 15 ഇഞ്ച് ലെങ്ത് കൊടുക്കുകയാണെങ്കിൽ 15ൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ചേർത്ത് ഇവിടുന്ന് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 15.5 എന്നുള്ളത് നമ്മളിതാ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒരു ലൈൻ പോലെ എടുക്കുക. അതിന് ശേഷം ക്യാപ്പ് ഹൈറ്റ് എത്രയാണ് പറഞ്ഞത്? അതായത് 7 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട്. അവത്തിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 6 ഇഞ്ച്. 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച്. ഈ 3 ഇഞ്ചാണ് ഇവിടുന്നേ ക്യാപ്പ് ഹൈറ്റായിട്ട് കൊടുക്കണം, മുകളിൽ നിന്ന്. എന്നിട്ട് അതും സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കുക. ഈ ക്യാപ്പ് ഹൈറ്റിൽ വേരിയേഷൻ വന്നാലും പ്രശ്നമാണ്. അപ്പോൾ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ പറഞ്ഞില്ലേ ആം ഹോൾ റൗണ്ട് 7 ഇഞ്ച്, അവത്തിൽ നിന്ന് 1 കുറച്ച് 6 ഇഞ്ച്. ആ 6 ഇഞ്ച് ഇവിടെ ഈ ക്യാപ്പ് ഹൈറ്റിൻ്റെ വിട്ടിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്യാപ്പ് ഹൈറ്റ് ഇല്ലേ, 3 ഇഞ്ച് എന്നുള്ള ക്യാപ്പ് ഹൈറ്റ്, ഇത് 6 ഇഞ്ച്. എന്നിട്ട് ഈ അതേ 3 ഇഞ്ച് ഇതാ ഇങ്ങനെ ഇവിടുന്നും ഒരു ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യണം.
ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യണം. ഇതാണല്ലോ സെൻറ്റർ. എന്നിട്ട് ഇത് തമ്മിലുള്ള ഗ്യാപ്പ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഗ്യാപ്പ് 3.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3/4 ഇഞ്ച്. ആ 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷെ 1.25 ഇഞ്ച്, 3.5 ഇഞ്ചിൻ്റെ പകുതി 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.25 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇവിടുന്ന് ഈ ഫസ്റ്റത്തെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ദാ ഇവിടുന്ന് മേളിലേക്ക് ഒരു 1/2 ഇഞ്ച്. അതിന് ശേഷം നമ്മൾ ഈ ഫ്രഞ്ച് കേർവ് സ്കെയിൽ എടുത്തിട്ട് ഈ വലിപ്പം വരുന്ന ഈ പോർഷനിൽ, ഈ കേർവ് വരുന്ന ഈ പോർഷൻ ഇതെടുത്തിട്ട് ഈ 1, 2, 3 ഈ പോയിൻ്റ്, അതായത് 1 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് മാർക്ക് ചെയ്ത് മനസ്സിലായല്ലോ അല്ലേ? അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ മിഡിലുണ്ടല്ലോ, ആദ്യത്തെ 3 ഇഞ്ചിൻ്റെ മിഡിലിൻ്റെ ഇവിടുന്ന് ഒരു 3/4 ഇഞ്ച് പിടിച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഈ മിഡിലിൽ നിന്നും 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് അത്രയും നിർത്തുക. എന്നിട്ട് ഈ പോയിൻ്റ് എല്ലാം ജോയിൻ്റ് ആവുന്ന പോലെ കർവ് ചെയ്ത് സ്കെയിലിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ 3ഉം ഒരു ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലോ? എന്നിട്ട് ഈ സ്കെയിലിനെ നേരെ തിരിച്ചിട്ട് ഈ പോയിൻ്റ് ഇതുമായിട്ട് ജോയിൻ്റായി വരുന്ന പോലെ കർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ചെറിയൊരു ബെൻഡിങ് വന്നാണ്ടോ, അതൊരു പോയിൻ്റ് സംതിങ്ങേ കാണുള്ളൂ. ഇതുപോലെ നമുക്ക് കിട്ടണം. അതിന് ശേഷം ഇതിപ്പോൾ ബാക്കാണ്, ഇനി നമുക്ക് ഫ്രണ്ട് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടെ നിന്നും എക്രോസ് ഫ്രണ്ടിന് വേണ്ടി നമ്മൾ കുഴിച്ച് വെട്ടിയത് എത്രയാണ്? 3/4 ഇഞ്ച്. ആ 3/4 ഇഞ്ച് നമ്മളിതാ ഇവിടെ കൊണ്ട് കുഴിച്ച് വെട്ടണം. കണ്ടോ? ഇവിടുന്ന് താഴേക്ക് 3/4 ഇഞ്ച് വെച്ചിട്ട് എടുക്കണം. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മൊന പോലെ കൊണ്ട് നിർത്തരുത്, പകരം ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക. ചിലർക്കൊന്നും ഇത്രയും കുഴിച്ച് വെട്ടേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങളുടെ എക്രോസ് ഫ്രണ്ട് അനുസരിച്ച് നോക്കാം. ഇനി അതെന്താണ് ഈ എക്രോസ് ഫ്രണ്ട് എന്താണെന്നറിയാത്തവർ മുന്നത്തെ വീഡിയോസ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. എന്നിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് ഇവിടെ വരുന്ന പോലെ തിരിച്ച് വെച്ചിട്ട് ഷേപ്പിന് എടുക്കാം. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓപ്പൺ സൈഡല്ല, താഴെ ഓപ്പൺ 3.25 അത് ഇവിടെ കൊടുക്കുക. അതിന് ശേഷം ഹിപ്പ് കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്കത് ഷേപ്പിന് മാർക്ക് ചെയ്തെടുക്കാം. അതാകുമ്പോൾ അധികം ചുളിവൊന്നുമില്ലാതെ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തുണി കാണും, ചിലർക്കത് ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ ഷേപ്പിനനുസരിച്ച് ഈ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിന് ശേഷം തയ്യൽ തുമ്പായിട്ടുള്ള 1.5 ഇഞ്ചും കൂടെ ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് വെച്ച് വേണം താഴേക്കുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ആദ്യം ബാക്ക് കട്ട് ചെയ്തെടുക്കുക, അതിനുശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലോ ഡയറക്റ്റായിട്ട് നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്തോളാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.